പുറത്തേക്ക് പോകുമ്പോൾ മേക്കപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും നിങ്ങളുടെ ചർമ്മം തിളക്കം വെക്കുന്ന അടിപൊളി ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലയോ? എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. ഇപ്പം മേക്കപ്പ് ചെയ്യാൻ അധികം ആർക്കും ഇഷ്ടപ്പെടാത്തതാണ്. ചില ആൾക്കാർ മേക്കപ്പ് കൂടുതലായിട്ട് ചെയ്യും. ചില ആൾക്കാർക്കാണെങ്കിൽ എന്തെങ്കിലും ലിപ് ബാമോ ലിപ്സ്റ്റിക്കോ ഇട്ട് മാത്രമായിട്ട് പുറത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അപ്പം മേക്കപ്പ് ചെയ്യേണ്ട ഒരാവശ്യം പോലും നിങ്ങൾക്ക് ഇനി മുതൽ വരില്ല. ഈ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ ചർമ്മം നല്ലതുപോലെ തിളക്കം വെക്കുന്നതാണ്. വെറുതെ പറയുകയല്ല, ഞാൻ ഇവിടെ തെളിവ് സഹിതം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ ഇത് ചെയ്താൽ മതി. നിങ്ങളുടെ ചർമ്മം നല്ലതുപോലെ തിളക്കം വെക്കുന്നതാണ്. നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ആ ഒരു ഗ്ലോ കണ്ടിട്ട് നിങ്ങൾ പോലും ഞെട്ടും. ഞാൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ ചർമ്മത്തിൻ്റെ തിളക്കം നിങ്ങൾ കണ്ടോ? ഞാൻ വെറുതെ പറയല്ല, ഇവിടെ ഞാൻ ലൈവായിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും അത് ചെയ്തിട്ടുള്ള ചേഞ്ചസും ഒക്കെ കണ്ടു നോക്കാം കേട്ടോ. ക്ലീനപ്പ് 3 സ്റ്റെപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ക്ലെൻസ് ആണ്. ക്ലെൻസ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് മിൽക്കാണ്. മിൽക്ക് വെച്ചിട്ടാണ് ക്ലെൻസ് ചെയ്യുന്നത്. ഇപ്പം മിൽക്ക് ഫേസിന് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ റോസ് വാട്ടർ എടുക്കാം കേട്ടോ. ഏറ്റവും നല്ലത് മിൽക്ക് വെച്ച് ചെയ്യുന്നതാണ്. ചിലവർക്ക് ഓയിലി സ്കിന്നുള്ളവരാണെങ്കിലും ചില ആൾക്കാർക്ക് മിൽക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് മുഖത്ത് പിമ്പിൾസ് വരുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർ മിൽക്ക് യൂസ് ചെയ്യേണ്ട. പച്ചപ്പാൽ, അതായത് നമ്മുടെ റോ മിൽക്കാണ് നമുക്ക് വേണ്ടത്. കോട്ടൺ ഇത് വേണം. അതെടുത്തിട്ട് നമ്മുടെ ഈ ഒരു മിൽക്കിലേക്ക് മുക്കി വെക്കണം. അപ്പോൾ ഇതുണ്ട്, ഇതിലേക്ക് ഇതായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫേസിലേക്ക് ക്ലെൻസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് ക്ലെൻസ് ആണ്. എന്തായാലും നമുക്കിതൊന്ന് ക്ലെൻസ് ചെയ്യാം കേട്ടോ. ആദ്യമേ നമുക്ക് ഫേസ് ക്ലെൻസ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കിയത് കണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യുന്നത്. ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു 2 മിനിറ്റ് ആ ക്ലെൻസ് ചെയ്തത് ഫേസിലിരിക്കണം. അതിനുശേഷം തുടച്ചിട്ടുള്ള വ്യത്യാസം കാണിക്കാം. തുടയ്ക്കാം. ഞാൻ ചുണ്ടിലോ ഒന്നും ഇട്ടിട്ടില്ല. സൂപ്പറായിട്ടിരിക്കുന്നുണ്ടോ? സ്കിൻ സോഫ്റ്റായി നല്ലപോലെ ക്ലെൻസ് ചെയ്തപ്പോൾ തന്നെ സ്കിൻ നല്ലപോലെ ഗ്ലോ ആയിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ആ ഒരു സ്ക്രബ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ടു നോക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബാണ്. സ്ക്രബ് നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് ഈസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർക്കേണ്ടത്. 1 ടേബിൾ സ്പൂണാണ് ഈസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കേണ്ടത്. കോഫി പൗഡർ നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഒരു ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ എളുപ്പം സഹായിക്കുന്നതാണ്. കോഫി പൗഡറിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ചർമ്മത്തിൻ്റെ ഡെഡ് സ്കിന്നിനെ ഇല്ലാതാക്കാൻ കോഫി പൗഡറിൽ നിന്ന് സാധിക്കും. എങ്കിൽ നിങ്ങളുടെ സാധാരണ വീട്ടിൽ ഏതാണോ ഉള്ളത് അതെടുക്കാവുന്നതാണ്. ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതായത് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുക കേട്ടോ. ഒന്ന് മിക്സ് ആക്കുകയാണ്. അങ്ങനെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഹണി നമ്മുടെ ചർമ്മത്തെ നല്ലപോലെ സോഫ്റ്റ് ആക്കാനും നല്ലപോലെ ഗ്ലോ ആക്കാൻ സാധിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഹണി ചർമ്മം നല്ലപോലെ ഒരു ക്ലീൻ ആക്കും കേട്ടോ. 1 ടേബിൾ സ്പൂൺ ആണ് ഹണി ചേർക്കുന്നത്. അങ്ങനെ ഹണി ചേർത്ത് ശേഷം ഇത് നല്ലപോലെ മിക്സ് ആക്കുക. പൗഡറും ഷുഗറും നല്ലതുപോലെ മെൽറ്റായിട്ട് മാറും. ഇത് നിങ്ങൾ ആഴ്ചയിലൊരിക്കലാണ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ അടുത്ത് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ
ചെയ്താൽ മതി. നിങ്ങളുടെ സ്കിൻ നല്ലപോലെ ഒരു ബ്രൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ. നിങ്ങൾ മേക്കപ്പിനെക്കാട്ടിലും നല്ല അടിപൊളിയായിരിക്കും. അങ്ങനെ ഞാൻ മിക്സ് ആക്കി നമ്മുടെ സ്ക്രബ് അങ്ങനെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ സ്ക്രബ് തയ്യാറാക്കിയ ഉടനെ തന്നെ ഫേസിൽ ഇടാനായിട്ട് നോക്കണം. ഷുഗർ ആയതുകൊണ്ട് പെട്ടെന്ന് മെൽറ്റായിട്ട് മാറാനായിട്ട്. നമ്മളിപ്പം സ്ക്രബ് ചെയ്യുന്നത് ഫേസിലിരുന്നാണ് അതിൻ്റെ ആ ഒരു പ്രയോജനം ചെയ്യേണ്ടത്. ഓക്കെ, എന്തായാലും നമ്മുടെ സ്ക്രബ് അങ്ങനെ തയ്യാറായി. ഇതും എന്തായാലും നമുക്ക് ഈ ഒരു സ്ക്രബ് ഫേസിലിട്ടിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള സ്ക്രബ് നമ്മൾ ഫേസിന് ചെയ്യുകയാണ്. തുടക്കത്തിലെ എൻ്റെ സ്കിന്നിൻ്റെ കളർ നിങ്ങൾ കണ്ടോ? അധികം നിറമൊന്നുമില്ല. അപ്പം ചെയ്യുമ്പോൾ തന്നെ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. പിന്നെ ചെറിയ രീതിയിൽ സ്ക്രബ് ചെയ്യുക. ഓക്കെ, അങ്ങനെ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കിന്നിനെ ഇങ്ങനെ ആക്കി വേണം സ്ക്രബ് ചെയ്യാനായിട്ട്. ഓക്കെ, സ്ക്രബ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് ഉണങ്ങുന്നിടം വരെ നമുക്കൊന്ന് സ്ക്രബ് ഫേസിലൊന്നിരിക്കട്ടെ. സ്ക്രബ് തുടച്ചിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഞാൻ കാണിക്കാം. സ്ക്രബ് കുറച്ച് നേരം വെച്ചു. സ്കിന്നിൽ നിന്ന് തുടച്ചിട്ടുള്ള ചേഞ്ചസ് ഞാൻ കാണിക്കാം. തുടയ്ക്കാം. ഞാൻ ഫേസിൽ നിന്ന് സ്ക്രബ് തുടച്ചിട്ടുണ്ട്. സ്ക്രബ് തുടച്ച സമയത്ത് അധികം ഒന്നും ഞാൻ ഇത് ചെയ്തില്ല. ഫേസിന് തുടച്ച് മാറ്റുകയായിരുന്നു ചെയ്തത്. ഓൾറെഡി നമ്മൾ ആദ്യമേ സ്ക്രബ് ചെയ്ത സമയത്ത് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്തായിരുന്നല്ലോ ഫേസിനകത്ത്, സ്ക്രബ് ഫേസിനകത്ത്. അത് തുടച്ചതിന് ശേഷമുള്ള ചേഞ്ചസ് ഉണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. സ്കിൻ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കണ്ടു നോക്കാം. പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന കാര്യങ്ങൾ, അതായത് കടലമാവിൻ്റെ പൊടി. കടലമാവിൻ്റെ പൊടിയാണ് നമുക്ക് വേണ്ടത്. കടലമാവിൻ്റെ പൊടി 1.5 ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ കോഫി പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. കോഫി പൗഡർ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ മിക്സ് ആക്കുക. ഓക്കെ, ഞാൻ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ആ ഒരു സംഭവം എല്ലാം നല്ലതുപോലെ മിക്സായി മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള പാലാണ് ചേർക്കുന്നത്. ശുദ്ധമായിട്ടുള്ള പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ പാല് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ആക്കാം. ഓക്കെ, മിക്സ് ആക്കുകയാണ്. ഇപ്പം ഞാൻ ചേർത്ത പാലെന്ന് പറയുന്നത് 1.5 ടേബിൾ സ്പൂണാണ് പാല് ചേർത്തത്. ഇത് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു ക്ലീനപ്പാണ്. പക്ഷേ ഈ ഒരു ക്ലീനപ്പ് നിങ്ങൾ കാണുന്ന പോലെ വളരെ എളുപ്പമാണെങ്കിലും പക്ഷേ സ്കിന്നിൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ വളരെ വലുതാണ്. കാരണം സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവും, നല്ലപോലെ ഒരു ഗ്ലോയും ആവും കേട്ടോ. ഇത് നിങ്ങൾക്കിപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇത് നിങ്ങൾ ഈ ഒരു ക്ലീനപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ലിപ്സ്റ്റിക്കും അല്ലെങ്കിൽ ഐബ്രോയും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പോയി നോക്ക്. നിങ്ങൾ മറ്റുള്ളവർ തന്നെ ഞെട്ടും. അത്രമാത്രം ഒരു ഫിനിഷിങ് കിട്ടും സ്കിന്നിന്. കാരണം സ്കിൻ നല്ലപോലെ ഒരു ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ഈ ഒരു ക്ലീനപ്പിൽ നിന്ന് സാധിക്കും. 3 സ്റ്റെപ്പേ ഉള്ളൂ. വളരെ എളുപ്പം ചെയ്യാവുന്നതും നിങ്ങളുടെ അടുക്കളയിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ക്ലീനപ്പ് ചെയ്തത്. എന്തായാലും നമ്മുടെ ആ ഒരു പാക്ക് തയ്യാറായിട്ടുണ്ട്. ഇതെന്തായാലും ഞാൻ ഫേസിലിട്ടുള്ള ചേഞ്ചസും ഒക്കെ ലൈവായിട്ട് തന്നെ നിങ്ങളെ കാണിക്കാം. നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള പാക്കാണ് നമ്മൾ ഫേസിലേക്ക് ഇടുന്നത്. പാക്ക് തയ്യാറാക്കിയതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഞാനൊന്നും എൻ്റെ ഫേസിൽ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ചേഞ്ചസ് കാണിച്ചു തരാം. നാച്ചുറൽ കാര്യമായതുകൊണ്ട് കണ്ണിൻ്റെ അടിയിലുമൊക്കെ നമുക്ക് ഇടാം. ഞാൻ ഫേസിലിട്ടിട്ടുണ്ട്. എന്തായാലും നമുക്കിത് ഉണങ്ങുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഉണങ്ങിയിട്ടുണ്ട്. ഫേസിൽ നിന്ന് ഞാൻ തുടച്ച് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, സ്കിന്നിൻ്റെ ചേഞ്ചസ് കണ്ടോ? അടിപൊളിയായിട്ട് സ്കിൻ ബ്രൈറ്റായി. നിങ്ങൾക്ക് ലൈവായിട്ട് വരാം. ഞാൻ ചുണ്ടിലോ ഒന്നും ഇല്ല, അതിൻ്റെ ഒന്നും എൻ്റെ ലൈറ്റോ ഒന്നും അടിച്ച് കാണിക്കുമല്ല. സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇത് മാത്രം ചെയ്തിട്ട്
ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി, അടിപൊളിയായിരിക്കും. മേക്കപ്പ് ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു പിഗ്മെൻറ്റേഷനും ഒക്കെ മാറി അടിപൊളിയായിട്ട് സ്കിൻ ഇരിക്കും. കണ്ടോ സംഭവം, കണ്ടോ കിടിലനായിട്ട് അടിപൊളി. കണ്ടോ തൊടുമ്പോൾ തന്നെ വരെ പഞ്ഞിക്കെട്ടി തൊടുന്ന കൂട്ടം. കണ്ടോ അടിപൊളിയായിട്ടുണ്ട്. ക്ലീനപ്പ് ചെയ്തത് കണ്ടല്ലോ നിങ്ങൾ. വെറും 3 സ്റ്റെപ്പേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ ക്ലീനപ്പ് ചെയ്താൽ മതി. അതിന് ശേഷം നിങ്ങൾ സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് തരം ലിപ്സ്റ്റിക്കാണോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ് ഷെയ്ഡ്. കണ്ടോ വേറെ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. കണ്ടോ മേക്കപ്പ് ഇട്ടതിനെക്കാട്ടിലും ഫിനിഷിങ് തോന്നുന്നുണ്ടോ? ഇനി ഞാൻ ഐബ്രോ ഒന്നും ഫില്ല് ചെയ്യുന്നില്ല, വേറെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് മുകളിലൂടെ ജസ്റ്റ് ഒന്ന് ആക്കുന്ന മാത്രമേ ഉള്ളൂ. മേബേലിൻ്റെ ആണ് ഇത്. കണ്ണെഴുതി കൊടുക്കുകയാണ്. ഞാൻ കണ്ണധികം കട്ടിക്ക് എഴുതുന്ന ഒരാളല്ല. കാരണം ഞാൻ ഡെയിലി കണ്ണെഴുതുന്നെങ്കിലും വളരെ സിമ്പിളായിട്ടാണ് കണ്ണെഴുതുന്നത്. കണ്ണാണ്ട് ഞാൻ എഴുതി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവാൻ പറ്റും, വളരെ സിമ്പിളായിട്ടാണ് ഞാൻ കണ്ണെഴുതുന്നത്. അധികം വാലൊന്നും ഇടാതെ സിമ്പിളായിട്ട് കണ്ണെഴുതി കൊടുക്കുകയാണ് ഞാൻ. അധികം എനിക്ക് കണ്ണിന് കട്ടിക്ക് എഴുതുന്നതിനോട് അത്ര താല്പര്യം എനിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതാത്തത്. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെ ചെയ്യാം കേട്ടോ. ഞാൻ കണ്ണെല്ലാം എഴുതി. ഇപ്പോൾ ഒരു സുന്ദരിയായത് കണ്ടോ, ഞാൻ ഫിനിഷിങ് കണ്ടോ, ഫേസിൻ്റെ ഒരു ചേഞ്ചസ് ഒക്കെ നിങ്ങൾ കണ്ടോ, അടിപൊളി മാറ്റം കണ്ടോ, മേക്കപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും ഫിനിഷിങ് കിട്ടിയത് കണ്ടോ. ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി, അടിപൊളിയാണ്. നിങ്ങളുടെ സ്കിൻ നല്ല പോലെ ഒരു ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. ഐബ്രോ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് ഐബ്രോ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഐബ്രോ സെറ്റ് ചെയ്യാത്തത്. കണ്ടല്ലോ ചേഞ്ചസ് ഒക്കെ കണ്ടല്ലോ. വളരെ പെട്ടെന്ന് തന്നെ സ്കിൻ ടോൺ കൂട്ടിയെടുക്കാൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കും. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്ക്. ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുതേ കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനം ചെയ്തില്ല എങ്കിൽ, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ കൂടി നിങ്ങൾ മറക്കരുതേ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യണേ കേട്ടോ. നിങ്ങൾ ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ബായ്.